രാമനാട്ടുകരയിലുണ്ട്. രഞ്ജിത്ത്, ഇപ്പോൾ ഒരു സമാന്തര പരിപാടി, റോഡ് ഷോ, സമാന്തര ഉദ്ഘാടനം സർക്കാർ തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ്. രാമനാട്ടുകരയിൽ നിന്നുള്ള റോഡ് ഷോയുടെ ദൃശ്യങ്ങളും വിവരങ്ങളും എന്താണ് രഞ്ജിത്ത്? സ്മൃതി, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രാമനാട്ടുകരയാണ്. ഈ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള ദേശീയപാതയിലാണ് ഇപ്പോൾ സമാന്തരമായി ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസും ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കെ ശശീന്ദ്രൻ ഉൾപ്പെടെ മന്ത്രിമാർ, അതുപോലെ ഇവിടുത്തെ MLA ഉൾപ്പെടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. ഇതൊരു സമാന്തര ഉദ്ഘാടനം തന്നെയാണ്. മന്ത്രി മിനിസ്റ്റർ, ഇതൊരു സമാന്തര ഉദ്ഘാടന പരിപാടിയാണ്. പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യും. അല്ല, ഉദ്ഘാടനം എന്നല്ല, ഉദ്ഘാടനം പ്രധാനമന്ത്രി ചെയ്യട്ടെ. ഈ റോഡ് ഇങ്ങനെ ആവുന്നതിന് LDF സർക്കാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതിന് ഇടപെട്ട എല്ലാവരും ഈ റോഡിലൂടെ യാത്ര ചെയ്യണം. ഉദ്ഘാടനം പ്രധാനമന്ത്രി ചെയ്യട്ടെ. അവിടെ ഒരു ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പ്രതിഷേധം ഉണ്ടല്ലോ അതിനകത്ത്. ആ പ്രതിഷേധത്തിന്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട്? ഇത് സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണോ? അല്ല, ഈ ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവരും ചേർന്നാണ് ഉദ്ഘാടനം. ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തത് LDF സർക്കാരാണ്. LDF സർക്കാരിൻ്റെ ഭരണം 2016 വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആ LDF സർക്കാരിനെ ഒഴിവാക്കുന്നു. പകരം BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചിരുത്തുന്നു. ഇതെന്ത് രീതിയാണ്? ഈ രീതി ശരിയാണോ? തുടക്കത്തിലൊക്കെ കേന്ദ്ര സർക്കാർ ജനങ്ങൾ പ്രതികരിക്കും. ജനങ്ങൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ, ഈ റോഡ് ഇങ്ങനെയാക്കി മാറ്റി തീർക്കുന്നതിന് കഠിനാധ്വാനം ചെയ്ത ജനപ്രതിനിധികളുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്, എല്ലാവരും ഉണ്ട്. നോഡൽ ഏജൻസി തന്നെ പൊതുമരാമത്ത് വകുപ്പായിരുന്നു. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ന്യായമായും അർഹമായും നിലകൊള്ളേണ്ടവരെ തള്ളി മാറ്റി സന്തോഷിക്കേണ്ടവർക്ക് സന്തോഷിക്കാം. ജനം ഇതെല്ലാം കാണുന്നുണ്ട്. വെങ്ങളം വരെയാണ് യാത്ര. അതെ, വെങ്ങളം വരെയാണ് യാത്ര. ഈ LDF ഗവൺമെൻറ് അല്ല കേരളത്തിൽ ഭരണത്തിൽ വന്നത് എന്ന് നിങ്ങൾ എല്ലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. എന്താ ഈ പദ്ധതിയുടെ സ്ഥിതി? ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഈ പദ്ധതിക്ക് ദേശീയപാതയ്ക്ക് വേണ്ടി പണം ചെലവഴിച്ചു 5600 കോടി. പിന്നീട് അത് കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തിയപ്പോൾ 12000 കോടിയായി. ഇതൊക്കെ ഒരു ഉദ്ഘാടനത്തിൽ അങ്ങോട്ട് ഉന്തി തള്ളിയിട്ടാൽ മറക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലെ പോസ്റ്റർ പതിഞ്ഞതുപോലെ LDF സർക്കാരിൻ്റെ കഠിനാധ്വാനം പതിഞ്ഞു കഴിഞ്ഞതാണ്. അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പാതയിലൂടെ ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യും. ഈ പാത മുടങ്ങിക്കിടന്ന സമയത്ത് ഈ ഗവൺമെൻറ് 2021 മെയ് 20 വന്നപ്പോൾ ഇതിലൂടെ ഒരുപാട് വെയിലും മഴയും കൊണ്ട് യാത്ര ചെയ്താൽ ഞങ്ങളെല്ലാവരും. അങ്ങനെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കി ഇടപെട്ടത്. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഈ പാതയിലൂടെ ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്യും. ഉദ്ഘാടനമൊക്കെ അവിടെ നടന്നോട്ടെ. തീർച്ചയായിട്ടും അവിടെ ഉദ്ഘാടനം നടക്കുമ്പോൾ ഒരു സമാന്തരമായിട്ടുള്ള യാത്ര ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. ജില്ലയിൽ നിന്നുള്ള MLA മുഴുവൻ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി AK ശശീന്ദ്രൻ ഇതിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തോട്ടത്തിൽ രവീന്ദ്രൻ ഉൾപ്പെടെ, അതുപോലെ മറ്റ് MLA അഹമ്മദ് ദേവർകോവിൽ ഉൾപ്പെടെയുള്ള MLA ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. റോഡ് ഷോയാണ്. റോഡ് ഷോ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൽ കയറി മന്ത്രിക്കൊപ്പം MLA ഉണ്ടായിരിക്കും. അതോടൊപ്പം മറ്റ് നേതാക്കന്മാർ, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഉണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരുണ്ട്. അങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണ് ഈ യാത്ര സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ യാത്രയിൽ സ്വാഭാവികമായിട്ടും ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധക്കാർ അല്ലെങ്കിൽ CPM പ്രവർത്തകർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. വലിയ റോഡ് ഷോ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ആ റോഡ് ഷോയിൽ CPM-ന്റെ പ്രവർത്തകർ മുഴുവൻ പങ്കെടുക്കും. ഒരു പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു പരിപാടിയാണ്. കാരണം ഇന്ന് രാവിലെയാണ് ഈ പരിപാടിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് ക്ഷണമില്ല എന്നുള്ള കാര്യം അറിയുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പങ്കുകളെയും നിഷേധിച്ചുകൊണ്ട് ഇത് ഒരു BJP പരിപാടിയായി അവിടെ ഉദ്ഘാടന പരിപാടി നടക്കുമ്പോൾ അതിനോടുള്ള ഒരു പ്രതിഷേധമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു റോഡ് ഷോ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പിറകിൽ ഈ മന്ത്രിയുടെ വാഹനത്തിന് പിറകിലായി അത് സമാന്തരമായി ബൈക്ക് റാലികളായിരിക്കും ഇതിന് പിറകിലുണ്ടായിരിക്കുക. ഈ മണ്ഡലത്തിൽ നിന്നുള്ള ബേപ്പൂർ മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരും ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ജില്ലയുടെ മുഴുവൻ നേതാക്കന്മാരും CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുന്നു. അപ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഒരു പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെ ഒഴിവാക്കിയതിൽ സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടൊരു ഉദ്ഘാടന പരിപാടി കൊച്ചിയിൽ നടക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ആ പ്രതിഷേധത്തിന്റെ ശബ്ദം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് കേട്ടു. ഇതങ്ങനെ നോക്കി നിൽക്കാൻ പറ്റുന്നതല്ല. കാരണം LDF സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ, LDF സർക്കാരിന്റെ ഇച്ഛാശക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തരം ഒരു വലിയ പദ്ധതി ഇവിടെ നടപ്പാക്കാൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഈ പദ്ധതിയുടെ വലിയ ഫണ്ട് കേന്ദ്ര വിഹിതമായിരിക്കാം. പക്ഷേ ഈ കേന്ദ്ര ഫണ്ടിന് പുറമെ ഇത് ഒരു സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ട് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ ആ സർക്കാരിന്റെ ഇച്ഛാശക്തി, ആ സർക്കാരിന്റെ മേൽനോട്ടം, അതിനെയൊക്കെ മറികടന്നുകൊണ്ട്, അതിനെയൊക്കെ മറന്നുകൊണ്ട് ഒരു ഉദ്ഘാടന മാമാങ്കം കൊച്ചിയിൽ നടക്കുമ്പോൾ സമാന്തരമായി ഇവിടെ ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കപ്പെടുകയാണ്. ആ പ്രതിഷേധ
പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കി കേരളത്തിൽ ദേശീയപാത വികസന പദ്ധതികളുടെ പരിപാടികളിൽ ഒരു കാലത്തും ചെയ്യാത്ത കാര്യം പകരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആ പരിപാടിയിൽ ഉൾപ്പെടുത്തി. സംസ്ഥാന സർക്കാരിന്റെ എത്രയെത്ര പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. MV ഗോവിന്ദൻ മാഷ് ആ പദ്ധതിയുടെ പേരിൽ സ്റ്റേജിൽ ഇരുന്നിട്ടുണ്ടോ? വിളിച്ചു വരുത്തി പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ബിനോയ് വിശ്വത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് എന്ത് രീതിയാണ്? അതിന് പിന്നെ BJP സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞ ചില മറുപടിയൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തൽക്കാലം അതിനൊന്നും മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സംസ്കാരമല്ല ഞങ്ങളെ സംസ്കാരം. അല്ല, അതിനൊന്നും ഇപ്പം മറുപടി വെറുതെ പറഞ്ഞു പോകാൻ തയ്യാറില്ല. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ഇത് LDF സർക്കാരിനെയോ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയോ മുഹമ്മദ് റിയാസിനെ അപമാനിച്ച പ്രശ്നമല്ല, കേരളത്തെ അപമാനിച്ച പ്രശ്നമാണ്. കേരളം ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത ഒരു സർക്കാരാണ്. ആ സർക്കാരിൻ്റെ മന്ത്രിയെ, ആ സർക്കാരിൻ്റെ ഭാഗമായി ഉള്ള ആളുകളെയൊക്കെ ഒഴിവാക്കിയതാണ് പ്രശ്നം. ഈ ബൈപ്പാസ് ഉൾപ്പെടെ യാഥാർത്ഥ്യമാക്കാൻ എങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും ചേർന്ന് ഇടപെട്ടതെന്ന് എല്ലാവർക്കും അറിയുന്നതല്ലേ. വെയിലും മഴയും കൊണ്ട് ഈ റോഡ് പണി ഒഴിവാക്കപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു ഈ ഗവൺമെൻറ് വന്നപ്പോൾ. എങ്ങനെയാണത് മാറിയെന്ന് എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകണ്ട. ഉദ്ഘാടനം അവിടെ നടക്കട്ടെ.